നല്ല ക്രിസ്പി ആയിട്ടില്ലാത്തും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അതിൻ്റെ സൗണ്ട് തന്നെ കേൾക്കുന്നില്ലേ? ഇത് ഉണ്ടാക്കാനും ഭയങ്കര ഈസി ആയിട്ടാ, കഴിക്കാൻ നല്ല ടേസ്റ്റും. നോമ്പാവുമ്പോൾ അധികമായിട്ട് എന്താ നോക്കല്, ഈസിയും അതും ടേസ്റ്റി ആയിട്ട് നല്ലൊരു സ്നാക്സെല്ലാം നോക്കല്. അപ്പം അതിന് പറ്റിയ ഒന്നാണ് കേട്ടോ ഇത്. അതും കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റോടെ കഴിക്കാൻ പറ്റിയതും. നോമ്പിനില്ലേ നമ്മളെ മിക്ക ഫ്രിഡ്ജിലുണ്ടാകുന്ന സാധനമാണല്ലോ ഇതും, ചിക്കൻ ബ്രസ്റ്റും സമൂസ ഷീറ്റും. അപ്പോൾ ഇത് രണ്ടും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതില്ലാത്ത ഫ്രിഡ്ജ് കുറവായിരിക്കുമല്ലേ. ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടായ ഏത് ഫുഡിനും ഏത് സ്നാക്സിനും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയല്ലേ. അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പിയിലേക്ക് പോയാലോ. അതിന് വേണ്ടി ഞാൻ ചിക്കൻ ബ്രസ്റ്റിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിന് ആവശ്യത്തിനില്ല ഉപ്പാട്ടോ ചേർക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ, നമുക്കിതിൽ സോയാ സോസും കൂടി ചേർക്കാനുള്ളത്. അപ്പം കുറച്ച് ഉപ്പ് ആദ്യം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെപ്പർ പൊടിയാണ് കേട്ടോ. എരിവുണ്ടായിക്കോട്ടെ എന്നിട്ട് ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ല, ഇനി വേണ്ട മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, നമ്മൾ ഇത്രയാ ചിക്കൻ എടുക്കുന്ന ആരുള്ളിൽ കേട്ടോ മുളക് പൊടി എടുക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇതിലേക്കില്ലേ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഷവർമ്മ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വാങ്ങിയോണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്, ഒരു നിർബന്ധവും ഇല്ല. പിന്നെ വാങ്ങിയാൽ പിന്നെ എല്ലാം കൊണ്ടിട്ട് ഇട്ട് കൊടുക്കണമല്ലോ, അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഷവർമ്മ പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പകുതി നാരങ്ങ കേട്ടോ ഞാൻ പിഴിയുന്നത്, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ആട്ടോ ചേർക്കുന്നത്. ഇത് നിർബന്ധമാണ്. ഇനി അതിന് ശേഷം ഇതിലേക്കില്ലേ ഒരു 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കണേ, നല്ല പേസ്റ്റ് പോലത്തെ രീതിയിൽ തന്നെ ചേർക്കണം. ചതച്ചത് ശരിയാവില്ല, എന്നുവെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനില്ലല്ലോ. ഇനിയിലേക്ക് വേണ്ടത് യോഗട്ടാണ്. തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാനില്ലേ മോര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് പല സൗണ്ടെല്ലാം കേൾക്കട്ടെ, ഞാൻ വെച്ചോട്ടാ ഞാനതാക്കിക്കോട്ടാന്നെല്ലാം എന്നെ റെഡിയാക്കാനായിട്ട് വിടുന്നില്ല. ഓളെ ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്, ഓളെപ്പം പറയുന്ന സാധനമായിട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് സിയാക്കും. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഞാൻ കുറച്ചധികം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ടും മിക്സ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവർ കുറവായതുകൊണ്ട് തന്നെ ഞാൻ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ തേങ്ങ പൊട്ടിക്കുന്നതായിട്ടുള്ള തോന്നാട്ടെ. തേങ്ങ എന്നല്ല, നമ്മൾ സാധാ ഒരു മുട്ടയാട്ടെ ഇത്ര കഷ്ടപ്പെട്ട് പൊട്ടിച്ചെടുത്തത്. എൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്, ഞാൻ പൊട്ടിക്കും ഞാൻ പരക്കുന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ എന്തായാലും വെച്ച് കൊടുക്കണേ. ഞാൻ ഈ സമൂസ ഷീറ്റ് ഒരു അരമണിക്കൂർ മുന്നേ ഫ്രീസറിൽ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ആ ഫ്രീസറിൽ ഐസ് പോലെ ഉണ്ടാകുമ്പോൾ എന്നും മടക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊക്കെ തോന്നും. ഇനി നമുക്കില്ലേ ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിതൊക്കെ ഇങ്ങനെ ഫുള്ള് എന്ത് പറയൽ അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക. എന്നെ ഇതാടെ മാറ്റിയതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് അവിടെ അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതൊന്നും പരക്കിയെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുമ്പം സ്റ്റിക്കും കൂടി യൂസ് ആക്കുന്നുണ്ട്. ഇത് സ്റ്റിക്കൊന്നും ആവശ്യമില്ല, പിന്നെ കുട്ടിയൊക്കെ കുറച്ചും കൂടി ഒരു എന്ത് പറയൽ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ്. ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റേ മസാല പരക്കി വെച്ച ചിക്കൻ ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. കുത്തി കൊടുക്കുന്നതൊന്നും കാണുന്നില്ലല്ലേ, മോളെ കൊണ്ടാട്ടോ ഫോൺ എടുപ്പിച്ചത് വീഡിയോ. ഇതുപോലെ നീളത്തിൽ കുത്തിയതിന് ശേഷം ഇല്ലേ ഇങ്ങനെ അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സമൂസ ഷീറ്റില്ലേ അതിലേക്ക് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് നേരെ ഡയറക്റ്റ് തീയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഓരോന്ന് കുത്തിയെടുക്കുമ്പം കുറച്ച് ടൈം എടുക്കും തോന്നിയോണ്ട് ഞാൻ ആദ്യം എല്ലാം ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷമായിട്ട് ഇങ്ങനെ പരക്കിയിട്ട് ഒറ്റയടിക്കെല്ലാം തീം ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രഷ് ആണല്ലോ, ഫ്രൈ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം
നമ്മൾ ഹൈ ആക്കി കഴിഞ്ഞാൽ മേലെയുള്ള ഷീറ്റൊക്കെ നല്ല കത്തിപ്പോ ഉള്ളു വേവാതെ. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് അതിന് ശേഷം അടുത്ത സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇത് കഴിക്കുമ്പോൾ ഫ്രൈഡ് ചിക്കനൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട് ഏകദേശം. നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പറിൽ മാറ്റി കൊടുക്കുക. കുട്ടികളെ സൈഡിൽ ഉണ്ടായതുകൊണ്ട് തന്നെ റെക്കോർഡൊന്നും ശരിയാവുന്നില്ല കേട്ടോ. അത് അവർ ഇടയ്ക്ക് സൗണ്ട് എടുക്കുന്നതും അവർ ശ്രദ്ധിക്കാനൊക്കെയാണ്. അതുകൊണ്ട് റെക്കോർഡിലൊക്കെ പല മിസ്റ്റേക്കൊക്കെ വരും. അപ്പോൾ നമ്മളെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇത് നല്ല ഭയങ്കര ക്രിസ്പി. നമുക്ക് സമോസ ഷീറ്റ് അറിയാമല്ലോ, എണ്ണയിലിട്ട് പൊരിച്ചത് നല്ല ക്രിസ്പി ആവുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പേര് പ്രത്യേകിച്ച് പറയണമെന്നില്ല, എല്ലാവർക്കും അറിയാം തന്നെയാണ് കേട്ടോ ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ഇത് വെറുതെ തിന്നതിന് പകരം ഇതിലേക്കില്ലേ ഒരു സോസും കൂടി വേണം. ഞാനിപ്പോൾ ഇല്ലേ ടൊമാറ്റോ സോസും പിന്നെ ഹോട്ട് സോസും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ കഴിക്കാനുണ്ടായിനി. അപ്പോൾ പണിയെടുക്കാൻ മടിയില്ല ടൈം, കഴിയാത്ത ടൈമെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമായിട്ടോ ഇത്. അതും കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. നോമ്പിന് നല്ല ഏത് ടൈം ഇട്ടോ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് ഇതാട്ടോ എന്തെങ്കിലും ആയിട്ടും അങ്ങനെയെങ്കിലും കമൻറ്റ് ബോക്സ് ഒന്ന് അനങ്ങോ നോക്കട്ടെ. എന്നാൽ ഓക്കെ.